ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അരിയുണ്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ അരി, അതായത് ഒരു ഗ്ലാസ് അരി അല്ലെങ്കിൽ നാഴി അരി എന്നൊക്കെ പറയും കേട്ടോ. നാഴി അരിയാണ് എടുത്തേക്കണത്. അപ്പോൾ നന്നായി കഴുകി 2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇനി ഇത് ചീഞ്ചട്ടിയിലൊന്നിട്ട് നമുക്ക് വറുത്തെടുക്കണം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒന്ന് വറുത്ത് ചുമന്ന് വരണ വരെ ഒന്ന് വറക്കണം കേട്ടോ. എന്നാലേ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരുവിധം ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അരിയുടെ പൊട്ടൽ കഴിയണ വരെ ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ, 1 മുറി തേങ്ങ, 2 വലിയ ശർക്കര. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഞാൻ 2 എണ്ണം എടുത്തോളൂ. അത് നല്ല വലിപ്പമുള്ള ശർക്കരയായിരുന്നു. പിന്നെ 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടിക്കോളോ. കപ്പലണ്ടി അല്ലെങ്കിൽ ബദാം പരിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടാട്ടോ വേണമെങ്കിൽ. അപ്പോൾ ശർക്കര ഞാൻ 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൽ കരടോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശർക്കരയിൽ എന്തായാലും ഉണ്ടാവും മണ്ണും കരടൊക്കെ. അപ്പോൾ അതേ അരി ചൂടാറി വന്നപ്പോൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നൈസാക്കി പൊടിക്കരുത് കേട്ടോ. കുറേശ്ശെ തരി വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം കേട്ടോ. ഇതാ കണ്ടോ, ശർക്കര ഉരുക്കിയപ്പോൾ അതിൽ കരട് കല്ലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട്. ശർക്കര എപ്പോഴായാലും നമുക്ക് ഇങ്ങനെ ഉരുക്കി ഒഴിക്കുക നല്ലത്. അപ്പോൾ അതിലുള്ള കരടൊക്കെ കളഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ആ തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ അരി പൊടിച്ചപ്പോൾ അതിലിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. 1 ഏലക്കായും 1-2 ഏലക്കായ, ഒരു ടേസ്റ്റിനും ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കായ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക. ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെള്ളം പോരായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് തളിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ഉരുട്ടാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഞാനിവിടെ ബദാം പരിപ്പും പിന്നെ പിസ്ത എല്ലാം കൂട്ടാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ കൂട്ടിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.